തിളങ്ങുന്നതായിട്ടുള്ള അനുഗ്രഹീതമായ ദൈവങ്ങളുടെ സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. But in the Old Testament, in Judaism, in the Septuagint, in the Greek translation of the Old Testament, പഴയ നിയമത്തിന്റെ ഗ്രീക്കിലേക്കുള്ള തർജ്ജിമയായ സെപ്റ്റുഅജിന്റിൽ blessedness is never about a state of thing. Blessedness is always to do with a person. ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചല്ല, ഒരു അനുഭവമാണ്. ഒരു അനുഭവത്തെ കുറിച്ചല്ല, ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഒരു അനുഭവത്തെ കുറിച്ചല്ല, ഒരു വ്യക്തിയെ കുറിച്ചാണ്. It's not about the state of being, but it is always about a person who enjoys a state of blessedness. അനുഗ്രഹത്തിന്റെ അനുഗ്രഹീതമായ അവസ്ഥ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. And if in the New Testament, if you understand all the passages where it's spoken about blessedness, പുതിയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ അവസ്ഥകളെ കുറിച്ച് വിവരിക്കുമ്പോൾ, the one important aspect that you find in the New Testament blessed passages is this: there is often a sacred paradox that is inbuilt there. അവിടെ വിശുദ്ധമായ ഒരു വിരോധാഭാസം അവിടെ കാണുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. For example, അതിന് ഉദാഹരണമായി, blessed are the meek, they shall inherit the earth. താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. Isn't that a paradox? അതൊരു വിരോധാഭാസമല്ലേ? How can the meek inherit the earth? എങ്ങനെയാണ് താഴ്മയുള്ളവര് ഭൂമിയെ We would think that അവകാശമാക്കുന്നത്? the mighty can inherit the earth. നമ്മൾ ഓർക്കും വളരെ ബലവാന്മാരാണ് ഭൂമിയെ That's what കൈവശമാക്കുന്നത്. science teaches. Is it the survival of the fittest? അതാണ് നമ്മളെ സയൻസ് പഠിപ്പിക്കുന്നത്. If you can conquer, you can win. നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുമെങ്കിൽ നമുക്ക് വിജയിക്കാതെ. But the Bible says, ദൈവവചനം if പറയുകയാണ്, you're meek, നിങ്ങൾ താഴ്മയുള്ളവരെങ്കിൽ you shall inherit the earth. നിങ്ങൾ ഭൂമിയെ കൈവശമാക്കും. That's the paradox that is inbuilt within the New Testament passages of blessedness. പുതിയ നിയമത്തിന്റെ അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ അതാണ് അവിടെ വ്യത്യസ്തമായ വിരോധാഭാസമായി കാണുന്നത്. Let me take you very quickly to the 7 apocalyptic beatitudes found in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കാനുള്ള അന്ത്യകാലത്തെ ആ ഭാഗ്യാവസ്ഥകളുടെ 7 ഭാഗ്യാവസ്ഥകളിലേക്ക് നിങ്ങൾ Of the ശ്രദ്ധിച്ചിരിക്കട്ടെ. seven, അതിൽ ആ 7 എണ്ണത്തിൽ 5 of them are spoken from the lips of a heavenly being. ഒരു സ്വർഗീയമായ വ്യക്തിയുടെ വായിൽ നിന്ന് വന്നതാണ് 5 അവസ്ഥകൾ. And because they are spoken from the mouth of a heavenly being, those are important, attested, well attested by the heavenly beings. അങ്ങനെ സ്വർഗീയമായ ശബ്ദത്തിൽ നിന്ന് ഉളവായതായതുകൊണ്ട് അത് വളരെ വിശ്വസനീയമാണ്. Let's read Revelation chapter 1 verse 3. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. Revelation 1 verse 3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. Blessed is the one who reads aloud the words of this prophecy, and blessed are those who hear and who keep what is written in it, for the time is near. സമയം അടുത്തിരിക്കുന്നു. This is the blessedness of Revelation. അതാണ് വെളിപ്പാടിന്റെ ഭാഗ്യാവസ്ഥ. In Luke chapter 10, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ Jesus sends out 72. 72 പേരെ യേശു പറഞ്ഞയക്കുന്നു. And when they come back, അവർ മടങ്ങി വരുമ്പോൾ, they say, Lord, in your name we have done all these things. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്തു. Jesus said, I saw Satan falling down like a lightning. ഞാൻ വെളിച്ചം പോലെ സാത്താൻ ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ But I tell you something. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. Don't rejoice because the demons listen to you. സാത്താനുകൾ കീഴടങ്ങുന്നതെല്ലാം സന്തോഷിക്കരുത്. But rejoice because your names are written in the book of life. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. And then Jesus began to thank God. അതിനുശേഷം യേശു പിതാവിന് നന്ദി കരേറ്റി. And he began to say, Lord, thank you for revealing these things to these children. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തിയത് കൊണ്ട് ദൈവമേ നന്ദി സ്തോത്രം എന്ന് പറയുന്നു. Lord, thank you because they are blessed because what their eyes are seeing and the ears are hearing. അവരുടെ കണ്ണ് കണ്ടതുകൊണ്ട് അവരുടെ ചെവി കേട്ടതുകൊണ്ട് അവർ അനുഗ്രഹീതരല്ലോ ദൈവമേ. The blessedness of revelation that has been given to us. നമുക്ക് നൽകിയ വെളിപ്പാടിനാലുള്ള അനുഗ്രഹാവസ്ഥ. In Caesarea Philippi, in Matthew chapter 16, മത്തായി സുവിശേഷം 16-ാം അധ്യായം കൈസരിയ ഫിലിപ്പിയിൽ Jesus asked this important question to his disciples. തന്റെ ശിഷ്യന്മാരോട് യേശു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം Who ചോദിച്ചു. do men say that I am? മനുഷ്യർ എന്നെ ആരെന്ന് പറയുന്നു? And they said that these are many of the names that people call you. ഇതാണ് വ്യത്യസ്തമായി നിന്നെ വിളിക്കുന്ന പേരുകളൊക്കെ. Jesus asked the disciples, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, who do you say that I am? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? Simon Peter answered for the group, ശിമോൻ പത്രോസ് കൂട്ടത്തിന് വേണ്ടി you മറുപടി are പറഞ്ഞു, the anointed one. You are the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. What did Jesus say? എന്താണ് യേശു പറഞ്ഞത്? Simon, son of Bar-Jonah, പറയനായ ശിമോനേ, flesh and blood has not revealed this to you, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് but my വെളിപ്പെടുത്തിയിരിക്കുന്നത്. heavenly Father who has revealed this important truth to you. എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. Therefore you are blessed because you have received this revelation from
Father. എന്റെ പിതാവിൽ നീ വെളിപ്പാട് പ്രാപിച്ചതുകൊണ്ട് നീ അനുഗ്രഹീതനാണ്. The book of Revelation begins with this. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? Blessed is the one who reads aloud the words of this prophecy. ഈ പ്രവചനത്തിന്റെ വാക്യങ്ങളെ വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Blessed are those who hear these words of prophecy. ഈ പ്രവചനത്തിന്റെ വാക്യങ്ങളെ കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Blessed are those who hear and listen and keep what is written in these words of prophecy. കേൾക്കുകയും അനുസരിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കുകയും ചെയ്തവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. For the time is near. സമയം അടുത്തിരിക്കുന്നു. For the Kairos movement of God is near. ദൈവത്തിന്റെ ആ ഏറ്റവും നിമിഷങ്ങൾ അടുത്തിരിക്കുന്നു. The opportune time of God is at hand. ദൈവത്തിന്റെ അവസരം ഇതാ വന്നിരിക്കുന്നു. The appointed time of God is at hand. ദൈവം നിയമിച്ചിരിക്കുന്ന സമയം ഇതാ God is വന്നിരിക്കുന്നു. going to break forth into a time when people are going to rejoice. That time is almost at hand. ആളുകൾ സന്തോഷിപ്പാൻ പോകുന്ന ആ സമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു. This is not the human calendar, days that you and I can fix. This is not man's calendar. ഇത് നമ്മുടെ കലണ്ടറിൽ ഉൾപ്പെടുന്ന ദിവസങ്ങളോ സമയങ്ങളോ അല്ല. But this is God's calendar. ഇത് ദൈവത്തിന്റെ സമയപട്ടികയാണ്. Hallelujah. Many times we wonder, isn't it, in our life too? ഇതന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ അതിശയിക്കാറുണ്ട്. We come to the end of 2016 December. ഈ ഡിസംബറിൽ നമ്മൾ 2016 അവസാനത്തിൽ എത്തുക. That is a chronological way of saying that this is a man's calendar. ഇതാണ് മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്ന കലണ്ടർ. The Gregorian calendar that we all follow. നമ്മളെല്ലാവരും പിന്തുടരുന്നതായ ആ കലണ്ടർ. But let me tell you, brothers and sisters, സഹോദരന്മാരെ ഞാൻ പറയട്ടെ, God is not limited to work according to your calendar and my calendar. നമ്മുടെ കലണ്ടർ മൊത്തമല്ല ദൈവത്തിന്റെ But പ്രവൃത്തികളായിരിക്കുന്നത്. God has His Kairos moments. ദൈവം നിയമിച്ചാക്കിയ സമയം, The appointed time. നിയമിച്ചാക്കിയ സമയം. You remember what God said to Sarah and Abraham in Genesis 18? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ സാറയോടും അബ്രഹാമിനോടും ദൈവം പറഞ്ഞതെന്നറിയാമോ? Next year by this time. അടുത്ത വർഷം ഈ സമയം. Next year at the appointed time. അടുത്ത വർഷം ഞാൻ നിയമിച്ച And സമയത്ത് I shall come to you. I shall come to you. ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി And വരും. you shall bear a son. നീ ഒരു മകനെ പ്രസവിക്കും. That is God's appointed time. അതാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്ന Not സമയം. according to the human agenda. അത് മനുഷ്യന്റെ പദ്ധതിക്കൊത്തവണ്ണമല്ല. Not the timetable that you and I can fix for God. നമുക്ക് ദൈവത്തിന് വേണ്ടി നിയമിച്ചാക്കുവാൻ കഴിയുന്ന സമയമല്ലത്. But many a times you and I need to allow ourselves and yield ourselves to God's timings. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം. What is John saying? എന്താണ് യോഹന്നാൻ The പറയുന്നത്? time is near. സമയം അടുത്തിരിക്കുന്നു. God's appointed day is near. ദൈവം നിയമിച്ചാക്കിയ സമയം അടുത്തിരിക്കുന്നു. So thank God because you are the blessed people. You have received the blessedness of the revelation. ഈ വെളിപ്പാടിന്റെ അനുഗ്രഹത്തെ പ്രാപിച്ച ജനമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. You have been given the revelation of God's words. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. You have been given the blessedness of the prophecies concerning you and concerning the rest of the world. നിങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. So thank God for the blessedness of the revelation that has been given to us. നമുക്ക് നൽകിയ വെളിപ്പാടിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. So what must you do with this? ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Read aloud. നമ്മൾ ഉറക്കെ വായിക്കണം. Hear this. അത് കേൾക്കണം. Obey it. അത് പ്രമാണിക്കണം. Amen. Hallelujah. Church, I know many of us may have started to read the scriptures this year. ഈ വർഷം നമ്മൾ വചനം ആദ്യമല്ല വായിക്കാൻ ആരംഭിച്ചിരിക്കാം. Many of us may have failed during the midway. നമ്മൾ അനേകരും അതിന്റെ പകുതിയായപ്പോൾ നമ്മൾ അവിടെ പരാജയപ്പെട്ടിരിക്കാം. But if God allows us a new year, ദൈവം നമുക്ക് ഒരു ദോഷം തരുന്നുവെങ്കിൽ can we make a decision, Lord? We want to be centered in your word. നിന്റെ വചനത്തിൽ ഞാൻ കേന്ദ്രീകൃതമായിരിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് തീരുമാനമെടുക്കാം. Lord, I want to continue to read the words. ദൈവത്തിന്റെ വചനം എനിക്ക് തുടർന്ന് വായിക്കണം. Because I'll tell you something. ഞാൻ കാര്യം പറയട്ടെ, Nothing else will stand us in the midst of the shifting sands of time. സമയത്തിന്റെ മാറിപ്പോകുന്ന കാലങ്ങളിൽ നമുക്ക് മറ്റൊന്നും നമ്മളെ The നിലനിർത്തുന്നില്ല. only thing that can uphold us, നമ്മളെ നിലനിർത്തുവാൻ കഴിയുന്ന ഒന്ന് the മാത്രം, only thing that can sustain us, നമ്മളെ നിലനിർത്തുവാൻ കഴിയുന്ന the only thing that can encourage us, നമ്മളെ ഉണർത്തുവാൻ കഴിയുന്ന ഒരു കാര്യം മാത്രം, the word of God. ദൈവത്തിന്റെ വചനം. Human words have limitations, മനുഷ്യന്റെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. but God's words have no limitation. ദൈവത്തിന്റെ വചനത്തിന് പരിമിതികളില്ല. When He says, "Is there anything too hard for me?" എനിക്ക് അസാധ്യമായ വല്ലതുമുണ്ടോ? That is God speaking, അതാണ് ദൈവം and സംസാരിക്കുന്നത്. you and I just need to say amen to that. അതിന് നമ്മൾ ആമേൻ എന്ന് പറയണം. Yes, God. അതേ കർത്താവേ, There is nothing too hard for me. നിനക്ക് പ്രയാസകരമായിട്ട് മറ്റൊന്നുമില്ല. Hallelujah. Read it. വായിക്കുക, Meditate on it. അത് ധ്യാനിക്കുക, Keep it. അത് പ്രമാണിക്കുക. You are blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. That's the blessedness of revelation. അതാണ് വെളിപ്പാടിന്റെ അനുഗ്രഹാവസ്ഥ. The second blessed stage, രണ്ടാമത്തെ ഭാഗ്യാവസ്ഥ എന്ന് the second പറയുന്നത്, person who is blessed, രണ്ടാമത്തെ അനുഗ്രഹം Revelation 14:13.
വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. And if you recall, I had shared this last Saturday. കഴിഞ്ഞ ശനിയാഴ്ച ഞാനിത് നിന്ന് സംസാരിച്ചിരുന്നു. And I heard a voice from heaven saying, സ്വർഗ്ഗത്തിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. write this. എഴുതുക. Blessed are the dead who die in the Lord from now on. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. Blessed indeed, says the Spirit, ആത്മാവ് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടവരാണ്. that they may rest from their labors, for the deeds shall follow them. അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്ന അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. This is the blessed state of receiving the rewards from God. ദൈവത്തിൽ നിന്ന് പ്രതിഫലമായി പറ്റുന്ന ഒരു ഭാഗ്യാവസ്ഥയാണിത്. Not only we will rest from our labors, നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ വിശ്രമിക്കുക മാത്രമല്ല, but we shall also receive the rewards for what we have done for the Lord. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തതിനു വേണ്ടി നമ്മൾ പ്രതിഫലമായി കിട്ടുന്ന സമയമാണിത്. For everything that we have done for the Lord. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തതിനൊക്കെ, even if we are given a glass of cold water with someone in the name of the Lord, we shall receive the reward from the Lord. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരാൾക്ക് തണുത്ത വെള്ളം നമ്മൾ കൊടുത്തുവെങ്കിൽ അതിനുപോലെ നമുക്ക് പ്രതിഫലമുണ്ട്. Even if it be a small matter that we have done for the kingdom of God, you and I shall receive the reward thereafter. ദൈവരാജ്യത്തിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിലും അതിനുള്ള പ്രതിഫലം നമ്മൾ പ്രാപിക്കും. By our works we shall not be justified. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല. By faith alone we are justified. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. But because we have come to the Lord in faith and been justified, നമ്മൾ വിശ്വാസത്തോടെ വന്ന് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ നീതീകരണം പ്രാപിച്ചതുകൊണ്ട് God has also given us the works to follow our faith. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രവർത്തികൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. To do unto the Lord all that can be done. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുക. Remember the one word that Jesus spoke to the woman who anointed his feet. തന്റെ പാദത്തില് തൈലമൊഴിച്ച സ്ത്രീയോട് പറഞ്ഞ യേശു പറഞ്ഞ വാക്ക് ഓർക്കുമോ? Disciples, ശിഷ്യന്മാരെ, you could not catch that Kairos moment. ആ നൈമിഷിക സമയത്തെ നിങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല. You could not catch that appointed time. ആ നിയമിക്കപ്പെട്ട സമയത്തെ നിങ്ങൾ കാണുവാൻ You have been walking with me for the last 3.5 years. നിങ്ങൾ എന്നോട് 3.5 വർഷമായി ഇവിടെ നടക്കുന്നു. You could not anoint my body. എന്റെ ശരീരത്തെ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ But കഴിഞ്ഞില്ല. this woman sees the opportunity. ഈ അവസരം എന്നാൽ ഈ സ്ത്രീ കാണുകയാണ്. She sees the golden opportunity and she anointed my head and my feet. എന്റെ തലയും എന്റെ പാദവും ഈ സുവർണാവസരത്തിൽ അവൾ What she has done in her memory will be spoken till the world അവൾ continues. ചെയ്തതൊക്കെ ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം അത് പ്രഖ്യാപിക്കപ്പെടും. 2000 years later, 2000 വർഷങ്ങൾക്ക് ശേഷം even as preachers preach today, ഇന്ന് പ്രസംഗകർ പ്രസംഗിക്കുമ്പോൾ that woman's deed is being told in memory of her. അവളുടെ ഓർമ്മയ്ക്കാത്ത സ്ത്രീയുടെ പ്രവൃത്തിയെ ഇന്ന് വിവരിക്കപ്പെടുകയാണ്. Let me tell you, church, ദൈവസഭയിൽ ഞാൻ പറയട്ടെ, whatever you have done for this government, ഈ ഇവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടി നമ്മൾ എന്ത് whatever you ചെയ്തു? have done for the people in this world, ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു it എന്നിരിക്കട്ടെ? will all fade away. അതെല്ലാം മാഞ്ഞു പോകും. But what you have done for heaven, സ്വർഗ്ഗത്തിന് വേണ്ടി ചെയ്തത്, what you have done for Jesus Christ, യേശുവിന് വേണ്ടി ചെയ്തതൊക്കെ, what you have done for the name of the Lord, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തതൊക്കെ, not only you shall receive here, ഇവിടെ മാത്രമല്ല നമുക്ക് but even the Lord to come, വരുവാനുള്ള you shall receive your reward from the hand of the Lord. കർത്താവിൽ നിന്ന് നിങ്ങൾ അതിന് പ്രതിഫലമേ പറ്റും. You will rest, നിങ്ങൾ വിശ്രമിക്കും. you shall receive your reward. നിങ്ങളുടെ പ്രതിഫലങ്ങളെ നിങ്ങൾക്ക് What a ലഭിക്കും. blessed state of a person. ഒരു മനുഷ്യന്റെ എത്ര ഭാഗ്യകരമായ That അവസ്ഥ. he's awaiting the rewards from the Lord. കർത്താവിൽ നിന്ന് ഞാൻ ആ പ്രതിഫലം വാങ്ങിക്കുവാൻ I കാത്തിരിക്കുന്നു. always love what Paul said there about that. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, A crown of righteousness awaits me. ഒരു നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. My head will be torn apart. എന്റെ തല ശിരച്ഛേദം ചെയ്യപ്പെടും. I reach heaven. ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ I am not going there headless. ഞാൻ അവിടെ തലയില്ലാത്തവനായിട്ടല്ല പോകുന്നത്. I shall have a head for me. എനിക്കവിടെ ചെല്ലുമ്പോൾ And my Lord is going to place a crown of righteousness over me. ഒരു നീതിയുടെ കിരീടം എന്റെ കർത്താവ് എന്റെ മേൽ വെക്കും. That's my reward. അതാണ് എന്റെ പ്രതിഫലം. Not just my reward. എന്റെ For മാത്രമല്ല, all those who wait upon the coming of Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം. Hallelujah. I don't stand righteous because of my words. എന്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. Because of his finished work on the cross. ക്രൂശിൽ താൻ നിവർത്തീകരിച്ച പ്രവൃത്തി മൂലം Because of the crown of righteousness that is given me. എനിക്ക് നൽകിയിരിക്കുന്ന നീതിയുടെ ഉടുപ്പിനായി I await a reward of the crown of righteousness over my ആ head. നീതിയുടെ കിരീടം എനിക്ക് പ്രാപിപ്പാൻ കാത്തിരിക്കുകയാണ്. What a blessed state of a believer to receive the rewards from the Lord. കർത്താവിൽ നിന്ന് പ്രതിഫലങ്ങളെ പറ്റുന്ന എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥ. Amen, 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 amen. Let's move forward. Hallelujah. നമുക്ക് മുൻപോട്ട് പോകാം. Chapter 16, verse 15. 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. Chapter 16, verse 15. 16, 15. Behold, I am coming like a thief.
ഞാൻ കള്ളനെ പോലെ വരും. Blessed is the one who stays awake, ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. keeping his garments on, തന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് that he may not go about naked and be seen exposed. അവരെ നഗ്നരായിട്ടില്ല, അവർ പുറത്ത്. This is the blessedness of the redemption that you and I have received. നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വീണ്ടെടുപ്പിന്റെ അനുഗ്രഹാവസ്ഥയാണ്. He is coming like a thief. അവർ കള്ളനെ പോലെ വരുന്നു. Blessed is the one who stays awake. ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. Amen. You remember what Jesus told his disciples just before in the Garden of Gethsemane? ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതെന്നറിയാമോ? What did he say? എന്താണ് താൻ പറഞ്ഞത്? Sleep on? No. This is the time you should wait and watch. ഇതാണ് നിങ്ങൾ കാത്തിരിക്കേണ്ട This സമയം. is the time that you should wait and watch. നിങ്ങളെ കാത്തിരിക്കേണ്ട സമയം I ഇതാണ്. understand that your body is weak, എനിക്കറിയാം നിങ്ങളുടെ ശരീരം but I know ബലഹീനമാണ്. that you have a desire in your spirit. എന്നാൽ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. This is the time that you should be awake. നിങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയം This ഇതാണ്. is what the Spirit says here. ഇവിടെയും ആത്മാവ് പറയുന്നത് തന്നെയാണ്. Be awake. ഉണർന്നിരിപ്പീൻ. Keep on the garments, ആ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് that you should not be going about naked. നിങ്ങളെ നഗ്നരായി പോകുവാനായിട്ട് You should not be seen exposed. നിങ്ങളെ പുറത്ത് വെളിപ്പെടുത്തുവാനല്ല. Why? Because God has already clothed you with a garment of righteousness. ആ നീതിയുടെ വസ്ത്രം ദൈവം നിങ്ങളെ ധരിപ്പിച്ചിരിക്കുകയാണ്. Remember what happened to our early fathers in the garden? ആ തോട്ടത്തിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചതെന്ന് അറിയുമോ? You know what happened to them? അവർക്ക് എന്ത് സംഭവിച്ചു? When they found themselves to be naked, അവരപ്പോൾ നഗ്നരെന്നറിഞ്ഞു. they went and hid themselves. അവരെ ഒളിച്ചിരുന്നു. And part of the hiding is also that they are sleeping. അവരെ ഉണർത്തിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. The part of the nakedness is that the sin is that they are also going and hiding and sleeping. അതായത് അവരുടെ പാപം കൊണ്ടാണ് അവരെ നഗ്നരെന്ന് അവർക്ക് And മനസ്സിലായത്. therefore God comes and asks them, അതുകൊണ്ട് കർത്താവ് ദൈവത്തോട് where ചോദിച്ചു, are you? നീ എവിടെ? Where are you? നീ എവിടെ? He's knocking in the door. താൻ വാതിൽക്കൽ മുട്ടുകയാണ്. Where are you, Adam? ആദമേ, നീ Where are എവിടെ? you, Eve? ഹവ്വയെ, നീ I'm എവിടെ? looking all over the place for you. ഞാനിവിടെ നിങ്ങളെ തിരയുകയാണ്. They said, we cannot come before you. ഞങ്ങൾക്ക് ഇതിനു മുൻപ് We are naked. We are exposed. ഞങ്ങളെ പുറത്താക്കി കാണിച്ചിരിക്കുന്നു. Sin always exposes us. പാപം എപ്പോഴും നമ്മളെ വെളിപ്പെടുത്തുകയാണ്. God said, who told you that you are naked? ദൈവം ചോദിച്ചു, നിങ്ങൾ നഗ്നരെന്ന് ആര് പറഞ്ഞു? I had covered you with glory. ഞാൻ നിങ്ങളെ മഹത്വം കൊണ്ട് I created you in my image and my likeness. എന്റെ സ്വഭാവത്തിന് Who told you that you are naked? നിങ്ങൾ നഗ്നരെന്ന് ആര് പറഞ്ഞു? Genesis chapter 2 verse 22 and 24 if you read. ഉൽപ്പത്തി പുസ്തകം 2:22-24 വാക്യങ്ങൾ They വായിക്കുമ്പോൾ were naked, അവർ നഗ്നരെങ്കിലും but there was no shame. അവർക്ക് നാണമില്ലായിരുന്നു. But now God is asking, എന്നാൽ ദൈവം who ചോദിക്കുകയാണ്, told you that you are naked? നിങ്ങൾ നഗ്നരെന്നാണെന്ന് എന്നോട് പറഞ്ഞു. Sin told us that we are naked. പാപം പറഞ്ഞു ഞങ്ങൾ നഗ്നരെന്ന്. Satan told us that we are naked. സാത്താൻ പറഞ്ഞു ഞങ്ങൾ നഗ്നരെന്ന്. What did God do? എന്താണ് ദൈവം ചെയ്തത്? Did God just leave them like that? ദൈവം അവരെ എങ്ങനെ വിട്ടു കളഞ്ഞു? No, God clothed them with something. ദൈവം അവരെ ധരിപ്പിച്ചു. God clothed them with a raiment that was taken from a goat or a lamb. ഒരു കുഞ്ഞാടിൽ നിന്ന് അതിന്റെ തോല് കൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി ദൈവം അവരെ ധരിപ്പിച്ചു. Foreshadowing. അത് അതിന്റെ ഏതിന്റെ നിഴലാണെന്ന് അറിയുമോ? Behold the Lamb of God that takes away the sins of the entire world. ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന കുഞ്ഞാട്. He has removed our nakedness അവൻ നമ്മുടെ നഗ്നതയെ and clothed us with righteousness. നമ്മളെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു. You shall not be exposed anymore. അതുകൊണ്ട് നിങ്ങളെ പുറമെ കാണപ്പെടുന്നവരെ You have been given the blessing of redemption. വീണ്ടെടുപ്പിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് The നൽകിയിരിക്കുന്നു. blood of His Son Jesus cleanses us from all our തന്റെ unrighteousness. പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു. Hallelujah. I continue like this, I may not be ending anywhere. Let's go to number 4. നാലാമത്തേത്, The blessedness of reception. This is all called. നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹാവസ്ഥ. 19 verse 9. 19-ാമത്തെ The blessedness of reception. The angel said to me, ദൂതൻ എന്നോട് പറഞ്ഞു, write this. എഴുതുക, Blessed are those who are invited to the marriage supper of the Lamb. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ And he ഭാഗ്യവാന്മാർ. said to me, these are the true words of God. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്ന് എന്നോട് പറഞ്ഞു. Chapter 19 verse 7 says like this. 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Let us rejoice and exult and give him glory. നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. For the marriage of the Lamb has come, കുഞ്ഞാടിന്റെ കല്യാണം വന്നു and his വരുന്നു. bride has made herself ready. തന്റെ കാന്തി തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. Blessed are those who have been invited to the marriage supper of the Lamb. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. The bride and those invited are the same. വധുവും ആ ക്ഷണിക്കപ്പെട്ടവരും ഒന്നു തന്നെയാണ്. They are rejoicing അവർ because സന്തോഷിക്കുകയാണ്. they have been chosen അവർ തിരഞ്ഞെടുക്കപ്പെട്ടു to be the bride of
of Jesus Christ. യേശുക്രിസ്തുവിന്റെ വധുവായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് They are blessed അവർ because they അനുഗ്രഹിക്കപ്പെട്ടവരാണ്. have been invited to the reception. അവരെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരാണ്. They have been invited to the wedding feast of the Lamb. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് അവർ ക്ഷണിക്കപ്പെട്ടവരാണ്. I don't know how much of you are joyful and exulting this morning, ഈ പകൽക്കാലം നിങ്ങൾ എത്രമാത്രം സന്തോഷവാന്മാരാണ്. but let us rejoice. നമുക്ക് Let സന്തോഷിക്കാം. us exult നമുക്ക് ദൈവത്തെ because ഉയർത്താം. the marriage of the Lamb has come. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. What a privilege for us നമുക്ക് നൽകിയിരിക്കുന്ന പദവി that we എന്താണ്? could be the bride of Jesus. യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുക. As weak as we are, നമ്മൾ ബലഹീനരെങ്കിലും He made us righteous. നമ്മളെ നീതിയുള്ളവരാക്കി തീർത്തു. As people who fall down all the time, നമ്മളെ വീഴുന്ന ആളുകളാണ്. but still we stand up because of the grace of God. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. I thank God that He has counted me to be worthy to be His bride. തന്റെ മണവാട്ടിയാകുവാൻ എന്നെ കണ്ടുനോക്കി ദൈവത്തെ I സ്തുതിക്കുകയാണ്. thank God because an invitation has come to me from God the Almighty that I have chosen you. അത്യുന്നതനായ ദൈവത്തിന്റെ എനിക്കൊരു ക്ഷണം വന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen you to be my bride. എന്റെ മണവാട്ടിയാകുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. For my son's wedding, I'm inviting you. എന്റെ പുത്രന്റെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കുന്നു. I rejoice in that matter. ആ കാര്യത്തിൽ ഞാൻ I സന്തോഷിക്കുകയാണ്. exult in that matter. ഞാൻ ആ കാര്യത്തിൽ ആനന്ദിക്കുകയാണ്. Even if in this world nobody invites me for their wedding, ഈ ലോകത്തിൽ എന്നെ ആരും അവരുടെ വിവാഹത്തിന് ക്ഷണിച്ചില്ല. it is okay with me. It is okay with me. അതിന് സാരമില്ല. If I meet some good wedding dinner, lunch, it is okay with me. അവിടെ എനിക്ക് കല്യാണ സദ്യ ലഭിച്ചില്ല എങ്കിൽ സാരമില്ല. But I don't want to abstain from the wedding feast of the Lamb. കുഞ്ഞാടിന്റെ കല്യാണത്തിൽ നിന്ന് മാറി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Church, this morning that call is coming to us. അതേ ഈ പകൽക്കാലം ആ വിളി നമുക്ക് വരികയാണ്. Are you a bride of Jesus Christ? യേശുവിന്റെ മണവാട്ടിയോ? Have you been invited to the wedding feast of the Lamb? കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടുവോ? If you have been, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടില്ല. you are blessed. You are blessed this morning. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Hallelujah. Number 5. അഞ്ചാമത് Revelation 20 verse 6. വെളിപാട് പുസ്തകം 20-ാം അധ്യായം Revelation chapter 20 verse 6. വെളിപാട് പുസ്തകം 20-ന്റെ 6. Blessed and holy is the one who shares in the first resurrection. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. Over such the second death has no power, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. but they will be priests of God and of Christ, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി and they will be reigning with Him for 1,000 years. ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. Wow, what a blessing! What a blessing! അതെത്ര ശ്രേഷ്ഠമായ ഒരു I അനുഗ്രഹം. am not part of the second resurrection. ഞാൻ രണ്ടാം പുനരുത്ഥാനത്തിന്റെ ഭാഗമല്ല. No, I am part of the first resurrection. ഒന്നാം പുനരുത്ഥാനത്തിന്റെ ഭാഗമാണ്. I am part of the promise that is given in 1 Thessalonians chapter 4. ഒന്ന് തെസ്സലോനിക്കയിലെ 4-ാം അധ്യായത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിന് The dead in Christ shall rise first, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം and we who are alive shall be transformed. നമ്മുടെ ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുക. This is what Paul the apostle prayed. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് I പ്രാർത്ഥിക്കുന്നത്. have only one desire, എനിക്ക് ഒറ്റ ആഗ്രഹം that മാത്രമേ I may attain the resurrection from the dead. ഞാൻ മരിച്ചവരുടെ പുനരുത്ഥാനം ഞാൻ പ്രാപിക്കണം. Not the second resurrection, രണ്ടാമത്തെ but പുനരുത്ഥാനം. everybody is going to rise up to come before the great white throne judgment. സിംഹാസനത്തിന് വേണ്ടി ന്യായവിധിക്ക് വേണ്ടി എല്ലാവരും എഴുന്നേൽക്കുന്ന ആ സമയമല്ല. No, I don't want to be part of that. എനിക്ക് അതിന്റെ ഭാഗമാകുകയല്ല I വേണ്ടത്. want to be part of the first resurrection. ഒന്നാം പുനരുത്ഥാനത്തിൽ എനിക്ക് That the പങ്കുണ്ടാകണം. dead in Christ shall rise. ക്രിസ്തുവിൽ മരിച്ചവർ I ഉയർത്തെഴുന്നേൽക്കും. too will rise up. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. That is the faith that I have when I feed on the Lord's table. കർത്താവിന്റെ മേശയിൽ അനുഭവിക്കുമ്പോൾ അതാണ് എന്റെ വിശ്വാസം. If I believe in the Lord ഞാൻ കർത്താവിൽ and വിശ്വസിക്കുന്നുവെങ്കിൽ, I feed on Him continually, ഞാൻ അവനെ ഭക്ഷിക്കുന്നുവെങ്കിൽ, I believe that I will be also raised with Him when He comes back. അവൻ മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ ഞാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. Hallelujah. Second death has no power over me. രണ്ടാമത്തെ മരണത്തിന് എന്റെ മേൽ അധികാരമില്ല. Second death has no power over me. രണ്ടാമത്തെ മരണത്തിന് എന്റെ If മേൽ we ask the അധികാരമില്ല. church, do we have the confidence that I am that blessed man? ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? Second death has no power over me. രണ്ടാമത്തെ മരണത്തിന് എന്റെ മേൽ I am അധികാരമില്ല. destined to be raised first. Hallelujah. ഒന്നാമതായി എഴുന്നേൽക്കുവാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. Yes, hallelujah. Let's go to number 6. ആറാമതായി 22 verse 7. 22-7 22 verse 7. ജയിക്കും. Behold, I'm coming soon. ഞാൻ വേഗം വരുന്നു. Blessed are the one who keeps the words of the prophecies of this book. ഈ പ്രവചനത്തിന്റെ പുസ്തകങ്ങളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ. This is the blessedness of the return of Jesus. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ഭാഗ്യാവസ്ഥ. You and I are living in a generation when we are seeing it for
within our eyes that the coming of the Lord can take place in our generation. നമ്മുടെ തലമുറയിൽ തന്നെ കർത്താവിന്റെ മടങ്ങുവരവ് ആകാമെന്നുള്ള അടയാളങ്ങൾ കാണുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. From the first century onwards, the believers have been waiting for the second coming of Jesus. ഒന്നാം നൂറ്റാണ്ട് മുതൽ വിശ്വാസികൾ ദൈവത്തിന്റെ കർത്താവിന്റെ രണ്ടാം മടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. In the Acts of the Apostle, the community of the Acts of the Apostle, there was a heightened desire that the Lord is going to come pretty soon. അപ്പോസ്തലപ്രവൃത്തികളുടെ സഭയെ നോക്കുമ്പോൾ യേശു മടങ്ങി വരുന്നതിന് വേണ്ടി വളരെ The കാത്തിരിക്കുകയാണ്. first century Christians had this heightened sense that the Lord is going to come pretty soon. ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ എന്റെ ജീവിതകാലത്ത് എന്റെ കർത്താവ് മടങ്ങി വരുമെന്ന് അവർ കരുതുകയാണ്. But it is almost now 2000 years. എന്നാൽ ഇപ്പോൾ 2000 വർഷത്തോളമായി Some of us may be asking, is he still going to come? ഇനി ഇങ്ങനെ മടങ്ങി വരുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. But listen to the word. എന്നാൽ ദൈവത്തെ The Spirit is saying, ആത്മാവ് പറയുന്നു, behold, I am coming soon. കണ്ടാലും ഞാൻ വേഗം വരുന്നു. Behold, I am coming soon. കണ്ടാലും ഞാൻ വേഗം വരുന്നു. The world has been prepared for my coming. ലോകം എന്നൊക്കെ വരവിന് വേണ്ടി The ഒരുങ്ങുകയാണ്. prophecies are being fulfilled for my coming. പ്രവചനങ്ങളുടെ വരവിന് വേണ്ടി The നിവർത്തിയിരിക്കുകയാണ്. nations are getting prepared for my coming. എന്റെ മടങ്ങുവരവിന് വേണ്ടി എല്ലാം ഒരുങ്ങുകയാണ്. Hallelujah. You and I are living in a generation when the Lord could be coming pretty soon. നമ്മൾ ആയിരിക്കുന്ന തലമുറയില് കർത്താവ് എത്രയും വേഗം മടങ്ങി വരാവുന്ന സമയമാണിത്. What a glorious day that would be. അത് എത്ര മഹത്വത്തിന്റെ ദിവസമാണത്. When the Lord himself shall come with the sound of the archangel. പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ കർത്താവ് മടങ്ങി വരുമ്പോൾ With the mighty sound of God, the Lord is going to descend. കർത്താവിന്റെ ഗംഭീരനാദത്തോടുകൂടെ മടങ്ങി വരുമ്പോൾ And those who have preceded us in death, they are going to rise up first. നമുക്ക് മുൻപായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. And we who are alive will be sitting on a Sunday morning worship like this. ഈ ഞായറാഴ്ച നമ്മളൊരു ആരാധനയ്ക്ക് ഇരിക്കുന്ന പോലെ ആയിരിക്കുന്ന സമയത്ത് That we will be translated and transformed to meet our Lord in the mid heavens. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മധ്യാകാശങ്ങളിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും. Listen to what the Spirit says. ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുക. Behold, he is coming soon. കണ്ടാലും അവൻ വേഗം വരുന്നു. Blessed are we because we keep hearing that again and again. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ അത് വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. Lastly, the seventh one. അവസാനമായി Chapter 22, 22-ാം അധ്യായം verse 14. 14-ാം വാക്യം. Verse 14. Blessed are those who wash their robes, so that they may have the right to the tree of life, that they may enter the city by the gates. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിൽ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. I call this the blessedness of a rightful inheritance. നമുക്ക് ലഭിക്കാൻ ഉള്ള അവകാശങ്ങളെ പ്രാപിക്കാനായിട്ടുള്ള അനുഗ്രഹാവസ്ഥ. Hallelujah. You know what? നിങ്ങൾക്കറിയാമോ? That is all what we are living for, isn't it? അതിനുവേണ്ടിയല്ലയോ നമ്മൾ ജീവിക്കുന്നത്? In the Garden of Eden, ഏദൻ തോട്ടത്തിൽ there was a tree of life. അവിടെ ജീവന്റെ വൃക്ഷമുണ്ടായിരുന്നു. God would have given the tree of life, the fruit of the tree of life, to Adam and Eve. ആദമിനും ഹവ്വയ്ക്കും ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ കൊടുക്കാമായിരുന്നു. But they lost it. എന്നാൽ അവർ നഷ്ടമാക്കി. They were chased out of the garden. അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. And the Lord says like this. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, Let's remove them from this tree. അവരെ Let's remove them from this garden. ഈ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയാം. Unless they put their hand and take from the tree of the life. അവർ കരം നീട്ടി ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കേണ്ടതിന് There they were chased out and they were not given from the fruit of the tree of life. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവർക്ക് ഫലം കൊടുക്കാതെ അവരെ ആ തോട്ടത്തിൽ നിന്ന് But പുറത്താക്കി. listen to what the Spirit says here. എന്നാൽ ഇവിടെ ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കാം. To them I shall give what? അവർക്ക് ഞാൻ എന്ത് കൊടുക്കും? The right to the tree of life. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. What Adam and Eve could not have. ആദമിനും ഹവ്വയ്ക്കും പ്രാപിപ്പാൻ You and I have received it by the virtue of the one who hung up on the tree. മരത്തിന്റെ മരിച്ച യേശു മൂലം നമുക്ക് അത് ലഭിക്കുകയാണ്. Not because you and I did anything for it. നമ്മൾ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിച്ചത് But കൊണ്ടല്ല. someone became cursed. ഒരാൾ ശാപമായി തീർന്നു. He was hung up on the tree. അവന് ക്രൂശിൽ മരിച്ചു. So that because of his death, അവന്റെ മരണം മൂലം you and I can get a right to pluck from the tree of life. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിപ്പാനുള്ള അവകാശം നമുക്ക് That's ലഭിച്ചു. the blessedness of a child of God. അതാണ് ഒരു ദൈവമകന്റെ ഏറ്റവും ഭാഗ്യാവസ്ഥ. That's the blessedness of a Christian who believes in Jesus Christ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും ഭാഗ്യാവസ്ഥ ഏതാണ്? Even that was not given to the people of Israel. അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തില്ല. They were given a place. അവർക്കൊരു സ്ഥാനം കൊടുത്തു. They were given a land. അവർക്കൊരു ദേശം കൊടുത്തു. They were given a land flowing with milk and honey. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. But only given to you and to me in Jesus Christ. എനിക്ക് നിങ്ങൾക്ക് മാത്രമേ യേശുക്രിസ്തുവിൽ The right, ആ അവകാശം. the right to pluck from the tree of ആ life. ജീവന്റെ വൃക്ഷത്തിൽ നമ്മളെ പറിപ്പാനുള്ള അവകാശം. Church, ദൈവസഭയെ
That is eternal life. അതാണ് നിത്യജീവൻ. Immortal life. അത് മരണമില്ലാത്ത ജീവിതം. A life that you and I, there shall be no tears there. അവിടെ കണ്ണുനീരില്ലാത്ത ആ ഒരു ജീവിതം. God himself shall be there. ദൈവം തന്നെ നമ്മോട് കൂടെ He shall wipe away every tear from your eyes. കണ്ണുനീരൊക്കെ തുടച്ചു കളയുന്നു. No more sickness there. ഒരു രോഗമില്ല. No more pain there. വേദനയില്ല. No more death there. മരണമില്ല. You and I enjoy eternal life. അവിടെ നമ്മൾ നിത്യജീവന് സന്തോഷത്തോടെ അനുഭവിക്കുകയാണ്. You and I can pluck from the tree of life. നമുക്ക് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിപ്പാൻ കഴിയും. That's the blessedness of a believer. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥ. Are you happy this morning, church? ഇന്ന് പകൽക്കാലം സന്തോഷം. Are you excited this morning? ഇന്ന് പകൽക്കാലം നിന്റെ Are you rejoicing this morning സന്തോഷിക്കുന്നു. for the blessed state that God has brought us into? നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ It was lost to our first parents. നമ്മളുടെ ആദ്യ പിതാവിനെ മാതാവിനെ നഷ്ടപ്പെട്ടത് In Christ, He has given us back. നമുക്കത് മടക്കി നൽകിയിരിക്കുന്നു. When the paradise was lost, അവിടെ പരദീസ നഷ്ടപ്പെട്ടു. we have regained the paradise in Jesus Christ. യേശു ക്രിസ്തുവിൽ നമ്മൾ ആ പരദീസ വീണ്ടും അവകാശമാക്കി. Hallelujah. And you and I celebrate the Lord's table. കർത്താവിന്റെ മേശ നമ്മൾ It ആഘോഷിക്കുന്നു. is nothing else but a foreshadow of the great feast that you and I shall have with Him. നമുക്ക് അവരുടെ ലഭിപ്പാൻ പോകുന്ന വലിയ സദ്യയുടെ ഒരു So മുൻനിഴലാണ്. shall we close our eyes for a moment? Hallelujah. Let's take a deep moment to just reflect upon God's word and think about the blessed state that God has brought us into. Hallelujah. The blessedness, the privileges that He has given us. The blessedness of the tree of life. This morning, church, we're going to enter into time to celebrate the Lord's table. And I want to just remind you, scripture passage, the book of Isaiah, chapter 53. Who has believed what they heard from us, and to whom has the arm of the Lord been revealed? Listen to the message that Isaiah the prophet brings. For he grew up before him like a young plant, and like a root out of dry ground. He had no form or majesty that we should look at him, and in beauty that we should desire him. He was despised and rejected by men, a man of sorrows and acquainted with grief, and as one from whom men hide their faces. He was despised, and we esteemed him not. Verse 4, surely he has borne our griefs, he has carried our sorrows, yet we esteemed him stricken, smitten by God and afflicted. But he was wounded for our transgressions, he was crushed for our iniquities. Upon him was the chastisement that brought us peace, and with his stripes we are healed. All we like sheep have gone astray. We have turned everyone to his own way, and the Lord has laid on him the iniquity of us all. He was oppressed, he was afflicted, yet he opened not his mouth. Like a lamb that is led to the slaughter, and like a sheep that before its shearers is silent, so he opened not his mouth. It was the will of the Lord to crush him. അവരെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. It was the will of the Lord to crush him. This morning, church, may these words speak to our hearts. He was crushed for us. He bore the iniquities for us. അവൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങൾ പുതുജീവൻ പ്രാപിക്കേണ്ടത്, നിത്യജീവൻ ഓഹരിക്കാരായി തീരേണ്ടത്. അവൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. He was broken and bruised. He was battered. All for us. All for us. He says, to the one who conquers, I shall give him the manna. To the one who conquers, I shall give him the right to the tree of life. Are we not blessed this morning? In the പകൽക്കാലം ഞാൻ നിങ്ങളും ഭാഗ്യവാന്മാരല്ലയോ, അനുഗ്രഹിക്കപ്പെട്ടവരല്ലയോ? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഫലിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് അവകാശമില്ലയോ? അതിന് മുന്നോടിയല്ലയോ അവൻ എനിക്ക് നിങ്ങൾക്ക് ഇത് പകൽക്കാലം തന്നിരിക്കുന്നത്? എന്നെ കഴിക്കുന്നവൻ എൻ മൂലം ജീവിക്കും,
He who feeds on me shall live because of me. ജീവിക്കേണ്ടതിന് അവൻ എനിക്കും നിങ്ങൾക്കും തന്റെ ശരീരവും തന്റെ രക്തവും. Church, this morning is a time for us to celebrate the Lord's table. For those who accepted Jesus Christ as a personal Lord and Savior, and after having believed in Him, been baptized, can participate in the Lord's table. In the പകൽക്കാലം യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് അവന്റെ വരവിന്റെ പ്രത്യാശയിൽ നോക്കി പാർക്കുന്നു ഏവർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ സാവകാശം. On the night that he was betrayed, he took the bread, gave thanks and broke it and said, "This is my body that is broken for you. As often as you eat of this, do this in my remembrance." ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, തകർക്കപ്പെടുന്ന എന്റെ ശരീരം. നിങ്ങളിത് വാങ്ങി കഴിക്കുമ്പോഴൊക്കെ എന്നെ ഓർമ്മിക്കാൻ വെച്ചു. അവൻ തകർക്കപ്പെട്ടു. എന്റെ നിങ്ങളെ തകർച്ച അവൻ മനസ്സിലാക്കുന്നു. He was broken, so he understands our brokenness. The writer of Hebrews says, we do not have a high priest who cannot sympathize with us in our weaknesses. നമ്മുടെ ബലഹീനത നമുക്ക് തുറന്നിൽക്കാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ലോ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ നമുക്ക് തുറന്നിൽക്കുന്നു. അവൻ നമ്മുടെ തകർച്ച അറിയാം, അവൻ നമ്മുടെ കണ്ണുനീരറിയാം, അവൻ നമ്മുടെ വേദന അറിയാം, അവൻ നമ്മെ നന്നായി മനസ്സിലാക്കും. മറ്റേ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും he understands us as no one else can. This morning, church, ഒരു നിമിഷം ഈ അപ്പത്തനായ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവന്റെ അപ്പമായ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് വന്നു നമുക്ക് ഒരു നിമിഷം എന്ന് ധ്യാനിക്കാം. Let us remember for a moment the one who came down into this world, the bread of life, to give us life. Father God, we thank you for this bread. We thank you, Father God, for sending your only begotten Son, that he could come and die for us. He was broken and bruised and battered for us on the cross so that we could live because of him. അവനെ മരണത്താൽ അവനെ തകർത്ത് കളയുമോ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? ഞങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടത്, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി തീരുന്നത്. That we could be the sons and daughters of the Most High God. It pleased the Father to crush him. Thank you, Lord, for this word. Bless it. Make it a source of blessing for your people. Give to us, God. Give to us. In a gently great name. In Jesus' name we pray. May God's people say, Amen. The night that he was betrayed, he took the bread, gave thanks and broke it and said, "This is my body that is broken for you. As often as you eat of this, do this in remembrance of me." As often as we eat of this, do this in remembrance of me. As often as we eat of this, do this in remembrance of me. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാറ്റിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാറ്റിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഈരവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ഈരവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മല
പാണികളാൽ തറയ്ക്കപ്പെട്ടോരേ, കുരിശിലിരും പാണികളാൽ തറയ്ക്കപ്പെട്ടോരേ, ഏഴുമൊഴി ചൊന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ, ഏഴുമൊഴി ചൊന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേറി മരിച്ചുയർന്നു സ്വർഗ്ഗേ പോയോരേ, കുരിശിലേറി മരിച്ചുയർന്നു സ്വർഗ്ഗേ പോയോരേ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. Is there anyone who wanted to take the Lord's table but receive the bread? We'll bring it to you. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. In remembrance of the one who said to us, take, eat of this, do this in remembrance of me. Church, let us eat it together. In the same way, he took the cup and said, I am making a new covenant with you, not with the blood of the goats and the lambs, but my own blood. എന്റെ രക്തത്തിൽ ഞാനൊരു പുതിയ നിയമം നിങ്ങളുമായി ചെയ്യുന്നു, ആടുകളുടെ രക്തത്താലല്ല, കുഞ്ഞാടിന്റെ രക്തത്താലല്ല, എന്റെ നിർദോഷമായ രക്തത്താൽ. The very same time when the lambs were slaughtered in the temple at Jerusalem, Jesus lifts up the cup and says, this cup is symbolic of my blood. My blood is going to be shed for the remission of the sins of many. My blood holds the potential and the power to heal many. My blood will bring you back to the kingdom of God. My blood will give you your rightful inheritance to participate, to take hold of the fruit of the tree of life. My blood. This morning, church, what a blessed people we are, that we have been given the precious blood of Jesus. What can wash away my sin? Nothing else but the precious blood of Jesus Christ.
this cup. Thank you, Jesus, this morning. Make it a source of great blessing for your people, O God. Many of our hearts are burdened. Many of our hearts are heavy. Many of our hearts are grieving the loss of our loved ones, O God. You know us very well. Many of us are sick in their minds. You see us, Lord. This morning, Lord, even as we participate in this, Lord, may it bring healing to us. May it bring wholesomeness to us. May it bring meaning to our life, oh God. Help us, strengthen us. In Jesus' name we pray. God's people say, Amen. The same day, he took the cup, gave thanks and gave to the disciples and said, this is my cup. This is the blood that is poured out for the remission of the sins of many. A new covenant that I'm making with you. As often as you drink of this, do this in my remembrance.
Having received the bread, if you didn't receive the cup, you can raise your hand. We will bring it to you. In remembrance of the one who said to us, "This is my blood, shed for the remission of the sins of many, and I am making an eternal covenant with you." Church, let us drink it together. The Lord's table proclaims his death. The Lord's table proclaims his second coming. The Lord's table proclaims his powerful role of intercession even right now. The Lord's table proclaims our responsibility as a body of Christ. This morning, church, it is one thing to receive the Lord's table, to participate in it, but also this morning, it is our duty and our responsibility to proclaim that Jesus died for me. He lives for me. He is going to be coming back soon for me. I must be prepared, and I must prepare others also for his glorious return. ഞാൻ ഒരുക്കണം, മറ്റുള്ളവരെ ഒരുക്കണം. അവൻ എനിക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. അവൻ മടങ്ങി വരും നിശ്ചയം. This moment, church, can we take to pray for those among us who are going through pain, who are in difficult situation. This week, as you know, Dr. Moji's father went to be with the Lord in Kerala, and the family has traveled to India on Thursday. Coming Tuesday is the funeral arrangements being made in India. Let's remember that dear family also in prayer. That God, the God of all comforts, will comfort them. We also lift up Cherry Uncle and family. God will comfort them, grant them the peace that they need. There are those among us who are sick in their bodies. Some of them could not come today because they are sick in their bodies. Let's just pray for them that the Lord will be gracious to them and touch them and heal them. God will send for this word to heal. ദൈവം തന്റെ വചനം വഹിച്ച് അവരെ സ്പർശിക്കട്ടെ. സൗഖ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Be thou gracious and merciful, O God. Thank you, thank you, thank you, thank you, Jesus. Lord, we thank you, Lord. The mother God, ഞങ്ങളുടെ നേരമായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട in Jesus' name, may God's people say Amen. Please be seated. Good morning and welcome to Metro Church. We are delighted you are here worshiping with us. If this is your first time here, please make yourself comfortable and know that you are very welcome here. Connecting with you is very important to us, so please make your way to our conference room immediately after the service and enjoy some light refreshments and meet our wonderful pastor and his lovely wife. They look forward to connecting with you.
Here's what's going on this week at Metro. Fasting prayer meeting is Friday, December 23rd at 10:30 a.m. at the Parsonage. Brother Sudden Scuria and Shallow George's life groups will be meeting at 11 a.m. on Saturday, December 24th at Brother Deepu and Sister Judy's residence. There will be a prayer meeting on Sunday, December 25th at Brother Babu and Sister Sophie Thomas's residence in Garland at 6 p.m. There will be fasting prayer meeting Monday through Saturday, December 26th through the 31st. Once again, we are so glad you are here. Have a blessed week and a very Merry Christmas. Amen. Hallelujah. I want to take this time, the Hindi choir can come forward. Just take this time to acknowledge some of the visitors in our midst. PT Abraham Pastor and സഹോദരനും കുടുംബവും ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങൾ വേണ്ടി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. We welcome you in our midst. Thank you very much for joining us. So also Dr. Sam's parents from New York also with us. We thank God. We have Pastor D. Joshua with us. He's a minister of God ministering with IPC Church in Tamil Nadu, Salem district. We welcome you, Pastor, in our midst. He's going to be taking the adult Bible study in the adult Bible study. We have Brother Sabu, Lovely, Sonia, Sona, and Sarah, friends of Eldo and family. If you're here, you want to be upstairs? Thank you very much for joining us this morning. God bless you. All the P.T. Thomas, P.T. Thomas, P.T. Matt. Yeah, okay. Thank you very much for joining us this morning. Anybody else? I see Brother Rijo and Sister. Yeah, thank you very much for coming. God bless you. God bless them with a baby. She's also here, and God is blessing them with another baby. We thank God for that. As I told Brother Chandi and Sister Moji, they have gone to India. Keep their family in your prayers. Today afternoon, 3 o'clock onwards, is a PYCD annual choir competition and the anniversary. PYCD annual choir competition as well as the anniversary. Prizes, they will be giving out the prizes for this year. They will be, so they want you to be here. If you please join them from 3 o'clock onwards. Our church will be doing only one program this year. The Hindi choir is going to be singing the song, so please do come and support them. Hindi worship for next Sunday is cancelled. We do not have Hindi worship service next Sunday, 25th. On January the 7th, Saturday morning 10 a.m., we will have the worship seminar. It was originally planned for 10th of December, but we had to move it. So this will take place the next month, January 7th, Saturday, that will take place. Starting 2017, our fasting prayer, the monthly fasting prayers, will take place on the third Saturdays. നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിൽ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന will take place on the third Saturdays. 2 sessions will be there. Just want to remind you, some of you who are taking leave and vacations, if you want to take, that will be on the third Saturdays of every month. Mama Changal, Shalome Auntie, Shamal Mathai and Woman Auntie, they were blessed with another baby boy. We thank God for them. They became grandparents a second time. God bless you. You know, a couple of weeks back, I had sent an email regarding an Israel trip. I know this year we had the privilege to go. There are several of you who have been asking, you want to go and visit Israel. From March 2nd to March 11th, there will be an opportunity if you're so interested. There's only 25 seats available right now. So if you want to come and join that Israel trip, it will be only Israel and Jordan. We're not going to Egypt, only Israel and Jordan. So we are about 10 days. So if you want, that will be March. By 31st, I need to know. If by 31st we don't have the required numbers, we will cancel it altogether. But if by 31st we have about 25 people, we have another 10 people from another church in the city. So altogether 35
people will be the group that will be going. So we have about 10-15 more spaces to be filled up. If you are so interested, please let me know before the 31st of December. God bless you. Shall we all rise up as we sing this? You just want to sing. We are not going to sing. Okay, so we cannot sing. No, so please be seated. We'll take the times. You can rise up. You can join with us as we sing. The words will be up on the screen. Okay, then. Okay, we'll sing together. This is not a performance. Although we'll be performing in the evening, please do come and support the Metro Church Choir. You may rise up as we sing this song. The words of this song mean that some may say that I am a crazy fool. Some may say that I am a lover. Some may say that I have no goal in life. But whatever you want to say, you can say. But the love of Christ is more deeper than the ocean. And He has poured His love on me, and it's like dew in the morning and in the evening. And He is mine, and I am His. That's why I praise Him. So let's join our hands together as we worship the Lord. Chahe, swargo
Hallelujah. Amen. Praise God. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray. Pastor Maya Alex അതുകൊണ്ട് കർത്താവദാസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാൻ കണ്ണുകളെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകലിനായി നന്ദിയോടെ ഞങ്ങൾ തിരുനാളിന് സ്തോത്രം ചെയ്യുന്നു. സംഭവകരമായ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളല്ലോ. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളെ നടത്തിയതെയും ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നല്ലവനായിരിക്കാൻ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം നീക്കുമുള്ളത്. കർത്താവിന്റെ വലിയ ദയ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലായിരിക്കുന്നതായ നിന്റെ ദാസന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, കർത്താവിന്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ കടന്നു വന്നതായ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങനെയും വന്നിട്ടില്ല എന്ന് വിളിച്ചറിയിക്കുന്നതായ തിരുമേശയിൽ ഞങ്ങൾക്ക് പങ്കുകൊള്ളുവാൻ അവിടുന്ന് ഇടയാക്കിയതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്ന വിധങ്ങളും ഞങ്ങളെ നടത്തുന്ന വിധങ്ങളും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തില് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നതായ സ്തോത്ര വഴിപാടിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നേടപ്പെട്ട എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ കരങ്ങളിൽ സകല കാര്യങ്ങളെയും ഇന്ന് വേൽക്കാലം ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടും കാവലും